ആസാദ് റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് 2021 പർച്ചേസ് ചെയ്യൂ, ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ. ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. കൃഷിയിൽ 100 മേനി വിജയം കൊയ്ത് റാബിയ. പാട്ടത്തിനെടുത്തതുൾപ്പെടെ 15 ഏക്കർ സ്ഥലത്ത് നെല്ലുൾപ്പെടെ വിവിധ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ആത്മവിശ്വാസവും സ്വന്തം തീരുമാനങ്ങളും അധ്വാനവുമാണ് റാബിയുടെ വിജയത്തിന് പിന്നിലുള്ളത്. ാണ് കൃഷി ചെയ്യുന്നത്. വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് തക്കാളി, വെണ്ട, വഴുതന, മുളക്, ചോളം, ചീര, മത്തൻ, വെള്ളരി, ചുരങ്ങ, മുളക്, ഹൈബ്രിഡ്, വയനാടൻ മത്തൻ തുടങ്ങി വിവിധ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ഞങ്ങൾക്ക് 53 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ ഞാൻ പശു, ആട്, കോഴി, താറാവ് വളങ്ങൾ ഉണക്കി എനിക്കുള്ള വളങ്ങൾ ഫുള്ളും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചെറിയ തേനീച്ചുണ്ട്, വലിയ തേനീച്ചുണ്ട്, പിന്നെ അസോള കൃഷിയുണ്ട്, മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്, വാഴ, ജാതിക്ക, കുരുമുളക്, പിന്നെ 10 ഏക്കർ നെല്ല് ചെയ്യുന്നുണ്ട്. അതിൽ 4.5 ഏക്കർ പൊന്മണിയാണ്, ബാക്കിയുള്ള 6.5 ഏക്കർ പിന്നെ ഉമ്മൻ്റെ നെല്ലുമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ കപ്പുണ്ട്, പച്ചക്കറി ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, കുറച്ചൊക്കെ ഇങ്ങനെ വീട്ടാവശ്യത്തിൽ ഗ്രോ ബാഗിലുള്ളൂ, ബാക്കിയുള്ളത് ഇപ്പോൾ തുടങ്ങണം. ഈ നെല്ല് കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ. നേരത്തെ കുടുംബശ്രീ CDS സംഘമായിരുന്ന റാബിയ 15 വർഷം മുമ്പാണ് കാർഷിക രംഗത്തേക്ക് ഇറങ്ങിയത്. നന്നബ്ര 8ാം വാർഡിലെ ചെനക്കൽ മുഹമ്മദ് കുട്ടി ബിയുട്ടി ദമ്പതികളുടെ മകളാണ്. ചെറുപ്പത്തിൽ പിതാവിന്റെ ഉമ്മ നൽകിയ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളുമായിരുന്നു പ്രചോദനം. വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷിയിലൂടെയായിരുന്നു തുടക്കം. പിന്നീട് കാർഷിക വിളകളുമായി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു. തുടക്കത്തിൽ കൈക്കുഞ്ഞുങ്ങളുമായാണ് കാർഷിക വൃത്തി ചെയ്തിരുന്നത്. തനിക്ക് കൃഷി ലാഭകരമായി തന്നെയാണ് അനുഭവപ്പെടുന്നതെന്ന് റാബിയ പറഞ്ഞു. ലാഭം തന്നെയാണ്, എനിക്ക് കൃഷി നല്ല ലാഭമാണ്. കാരണം വെച്ചാൽ മെച്ചപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ വരുന്നത്. സ്ത്രീകൾ പറയണത് പൊതുവെ മടിയന്മാരാണ്, കാരണം ഫോണിലും മറ്റൊക്കെയാണ്. പക്ഷേ എനിക്കത് അറിയാഞ്ഞിട്ടല്ല ഫോണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു മടിയായിട്ടാണ് തോന്നുന്നത്. അത്രയും സമയം നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല മടിയായി തോന്നി. ഞാൻ അത്രയും യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ വിചാരിച്ചാൽ നടക്കും, ഉറപ്പായിട്ടും അത് നടക്കും. പിന്നെ ഞാനിപ്പോൾ അതാ കുട്ടികളെ നോക്കുന്നുണ്ട്, പഠനത്തിൻ്റെ കാര്യമായാലും വീട്ടിലെ ജോലിയായാലും കൃഷിയായിട്ടും നമ്മൾ വിചാരിച്ചാൽ നടക്കും തന്നെ എനിക്ക് പറയാനുള്ളത്. സ്ത്രീകൾക്ക് കഴിയാത്തതായിട്ടൊരു കാര്യമില്ല. കന്നുകാലികൾക്ക് നൽകുന്ന അസോളയും കൃഷി ചെയ്യുന്നുണ്ട്. ഇതിന് ആവശ്യക്കാർ ഏറെയാണെന്ന് റാബിയ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോസ് കുമാർ റാബിയുടെ കൃഷിയിടം സന്ദർശിച്ചു. റാബിയുടെ കൃഷി മാതൃകാപരമാണെന്നും ആവശ്യമായ സഹായങ്ങൾ നൽകി വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൃഷിക്ക് വളരെയധികം താല്പര്യം കൊടുക്കുകയും ജൈവ കൃഷി വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു കർഷകയാണ്. മഞ്ഞൾ കൃഷി, മരിച്ചീനി തുടങ്ങിയ വാഴ തുടങ്ങിയ കൃഷി അവർ ചെയ്യുന്നു. അതോടൊപ്പം പശു വളർത്തൽ, ആട് വളർത്തൽ, തേനീച്ച വളർത്തൽ, അസോള കൃഷി, താറാവ്, കോഴി തുടങ്ങിയ എല്ലാ കൃഷിയും സംയുക്തമായി വളരെ നല്ല രീതിയിൽ ചെയ്യുകയാണ്. സ്ത്രീകൾ വിചാരിച്ചാൽ വളരെയധികം കാര്യങ്ങൾ ജൈവ കൃഷിയിലൂടെ നമുക്ക് സമൂഹത്തിന് നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ റാബിയയുടെ കൃഷി രീതി. വളരെ നല്ല രീതിയിൽ ചെയ്യുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ഈ വർഷം അവർക്ക് അസോള ടാങ്കിനുള്ള ആനുകൂല്യം ലഭിച്ചു. അതിൻ്റെ വിത്ത് ഇടുന്ന ഒരു സന്ദർഭം കൂടി ഇന്ന് ആയിരുന്നു. വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകയാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു. വീട്ടിലെ ജൈവ മാലിന്യങ്ങളും വീട്ടിൽ വളർത്തുന്ന പശുക്കളുടെ ചാണകവുമാണ് കമ്പോസ്റ്റാക്കി മാറ്റുന്നത്. ഇന്ന് ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന ജൈവ കർഷകരിലൊരാളാണ് റാബിയ. ഇവരിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കുന്നതിനും കാർഷിക രംഗത്തെ അറിവുകൾ സമ്പാദിക്കുന്നതിനും നിരവധി ആളുകളാണ് വീട്ടിലെത്തുന്നത്. ആത്മവിശ്വാസവും സ്വന്തം തീരുമാനങ്ങളും അധ്വാനവുമാണ് റാബിയയുടെ വിജയത്തിന് പിന്നിൽ. ഭർത്താവിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്. ബിടെക്കിന് പഠിക്കുന്ന മകൻ അബ്ദുൾ റാഷിദിനും കൃഷിയിൽ നല്ല താല്പര്യമാണ്. സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാർഷിക പരിശീലന ക്ലാസുകളിൽ പങ്കെടുക്കാറുണ്ടെങ്കിലും സ്വന്തം ശൈലിയിലൂടെയാണ് റാബിയ കൃഷി നടത്തുന്നത്.